പകുതി വഴിക്ക് തന്നെ. അമ്മ പിന്നെയും എന്നോട് പറഞ്ഞു അതേ യൂണിവേഴ്സിറ്റി തന്നെ നീ റീഅപ്ലൈ ചെയ്ത്, പക്ഷേ ഈ പ്രാവശ്യം നീ ന്യൂറോ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഞാൻ അങ്ങനെ ആ യൂണിവേഴ്സിറ്റിയിലെ ന്യൂറോ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസേഴ്സിൻ്റെ പ്രൊഫൈൽ വായിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു സാറിൻ്റെ പ്രൊഫൈൽ വന്നപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് പിന്നെ ആ ശബ്ദം വന്നു, ഇതാ സാറ്, ഈ സാറിൻ്റെ പ്രൊഫൈൽ വായിക്കുക, ഈ സാറിന് നീ മെയിൽ സെൻഡ് ചെയ്യും. അതനുസരിച്ച് ഞാൻ ആ സാറിൻ്റെ പ്രൊഫൈൽ വായിച്ചു. അതനുസരിച്ച് ഞാൻ ഒരു പ്രൊജക്ട് പ്രപ്പോസലും എൻ്റെ CV, എൻ്റെ സകല റിസൾട്ടും എല്ലാ ഡോക്യുമെൻറ്റ്സും ഞാൻ എഴുതി ഒരു PDF പോലെ ആക്കിയിട്ട് ഞാൻ എന്നെ മെയിൽ ചെയ്തപ്പോഴും ഞാൻ ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ ഉടമ്പടി കാശ് രൂപം എടുത്ത് ആ ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിൽ വെച്ച് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. എന്നിട്ട് ഇത്ര മാത്രമേ പറയുള്ളൂ, ഈ മെയിൽ ചെല്ലുന്നേക്കാളും സ്പീഡിൽ അമ്മ അവിടെ എത്തണം. ഞാൻ ലാപ്ടോപ്പ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ സാർ എന്നെ കോൾ ചെയ്തു. അപ്പോൾ എനിക്ക് ഷോക്കായിപ്പോയി. അപ്പോൾ സാർ എന്നോട് പറഞ്ഞു, ഞാൻ നിൻ്റെ ഒരു ഡോക്യുമെൻറ്റ്സ് ഒന്നും വായിച്ചിട്ടില്ല, കാരണം ഇതേ ഡോക്യുമെൻറ്റ്സ് ഇതിന് മുന്നേ എനിക്ക് കിട്ടി. ഞാൻ ആ CV ഉണ്ടാക്കിയിട്ട് വെറും 2 ദിവസമായിട്ടുള്ളൂ. ഞാൻ ആർക്കും അത് സെൻഡ് ചെയ്തില്ല. ഞാൻ ചോദിച്ചു സാറിന് അത് എവിടെ നിന്ന് കിട്ടി? സാർ പറഞ്ഞു, എൻ്റെ അടുത്ത് വന്ദന എന്ന് പറഞ്ഞൊരു ലേഡി വന്നു, നിനക്ക് വന്ദനേനെ അറിയോ? എനിക്കൊരു വന്ദനേനെ അറിയത്തില്ല, നീ നിൻ്റെ കോൺടാക്ട് ലിസ്റ്റിലൊക്കെ നോക്കും. ഞാൻ എൻ്റെ കോൺടാക്ട് ലിസ്റ്റിൽ നോക്കാം. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ സകല കോൺടാക്ട് ലിസ്റ്റിലും തപ്പി ആരാ ഈ വന്ദനേനെ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മച്ചിയോട് പറഞ്ഞപ്പോൾ അമ്മച്ചി പറഞ്ഞു അത് മാതാവായിരുന്നു. നീയല്ല മാതാവിനോട് പറഞ്ഞ, നിന്റെ മെയിൽ ചെല്ലുന്നേക്കാളും പെട്ടെന്ന് മാതാവ് അവിടെ എത്തണം. അപ്പോൾ അത് മാതാവ് തന്നെയാണ് പോയത്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ സാർ എന്നോട് പറഞ്ഞു, നീ വാ, ഇവിടെ വന്ന് എല്ലാം വിസിറ്റ് ചെയ്യ്, കാണ്, നിനക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നീ എൻ്റെ കൂടെ കണ്ടിന്യൂ ചെയ്താൽ മതി, അല്ലെങ്കിൽ നിനക്ക് പോകാം. ഞാൻ അവിടെ ചെന്നു, ഫെസിലിറ്റീസ് എല്ലാം കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിവിടെ സാധാ യൂണിവേഴ്സിറ്റി കിട്ടിയാൽ മതി എന്ന് വിചാരിച്ച എനിക്ക് മാതാവ് മെഡിക്കൽ കോളേജിലാണ് തന്നത്. കാരണം എനിക്ക് ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതിരിക്കെ മാതാവ് എനിക്ക് മെഡിക്കൽ കോളേജിൽ PhD ചെയ്യാൻ, അത് ന്യൂറോ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് അനുവദിച്ചു.